നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതം വായിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. 35 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇന്ന് നമുക്ക് 36ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. കേൾക്കുന്നതെമ്പോറ്റിയൊടതു വെറുതെ കേൾപ്പനൻ കൗതുകത്താൽ ഏന്തും പാൽ വെണ്ണ നോക്കി പല പലകകളും വെച്ചു കുന്തിച്ചിരുന്നാൻ. വെന്തിങ്കൾ കോമനത്വം കളയുമണിമുഖം തൃഷ്ണയോടങ്ങുയർത്തിച്ചെന്തൊണ്ടിക്കത്ഭുതം തേടിനൊരധരപുടം കൊണ്ടു മോന്തിയിടിനാൻ പോൽ. ഇവിടെ എന്തിക്കേൾക്കുന്നതെമ്പോറ്റി, എൻ്റെ ഉണ്ണി എന്താണ് ഈ ചോദിക്കുന്നത് എന്ന് യശോദമ്മ ചോദിച്ചു കാണും. അപ്പോൾ അതു വെറുതെ കേൾപ്പനൻ കൗതുകത്താൽ, അത് ഞാൻ വെറുതെ ചോദിച്ചതാണ്, ഒരു കൗതുകം കൊണ്ട്. കൗതുകം എന്ന് വെച്ചാൽ അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വെറുതെ ചോദിച്ചതാണ്, ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞ് ഏന്തും പാൽവെണ്ണ നോക്കി പല പലകകളും വച്ചു കുന്തിച്ചിരുന്നാൾ. ഈ പാലും വെണ്ണയൊക്കെ വഹിക്കുന്ന കുടങ്ങൾ അതിങ്ങനെ നോക്കി, എന്നിട്ട് കുറേ പലകകളൊക്കെ കൊണ്ട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ കയറി കുന്തിച്ചൊരുന്നാൾ, എത്തി നോക്കി ഒരു ദിവസം. അപ്പോഴാവട്ടെ എന്താ തോന്നിയത്? വെന്തിങ്കൾ കോമനത്വം കളയും അണിമുഖം തൃഷ്ണയോടങ്ങുയർത്തിച്ചെന്തൊണ്ടിക്കത്ഭുതം തേടിനൊരധരപുടം, അധരപുടം കൊണ്ടു മോന്തിയിടിനാൻ പോൽ. വെന്തിങ്കൾക്ക് നല്ല വെളുത്ത ചന്ദ്രന്, ആ ചന്ദ്രൻ്റെ ഓമനത്വം കളയും. അത്ര ഭംഗിയുള്ള മുഖമാണ് ആ ചന്ദ്രനുള്ള. ആ ഓമനത്തുണ്ടല്ലോ, അതിനെ ഇല്ലാതെയാക്കും ഈ ഉണ്ണിക്കണ്ണൻ്റെ അണിമുഖം, ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള മുഖം. ആ മുഖം തൃഷ്ണയോടങ്ങുയർത്തി, തൃഷ്ണ ദാഹം, ഇവിടെ കുടിക്കാനുള്ള ആഗ്രഹം, പാനേച്ഛ എന്നൊക്കെ പറയാം, അതിനുള്ള ആഗ്രഹം കൊണ്ട് ഉയർത്തി. എന്നിട്ട് ചെന്തൊണ്ടിക്കത്ഭുതം തേടിന, ചെന്തൊണ്ടിപ്പഴത്തിന്, നല്ല ചുവന്നിട്ടുള്ളതാണ്, നമ്മുടെ അധരങ്ങളെ ഉപമിക്കുക ചെന്തൊണ്ടിപ്പഴത്തിനാണ്. ആ ചുവന്നിട്ടുള്ള ചെന്തൊണ്ടിപ്പഴത്തിന് പോലും അത്ഭുതം തോന്നുന്ന അധരപുടം, ഉണ്ണിക്കണ്ണൻ്റെ അധരപുടങ്ങൾ, ആ ചെറിയ ചുണ്ടുകൾ, അതുകൊണ്ട് മോന്തിയിടിനാൻ പോൽ, അതുകൊണ്ട് മോന്തി കുടിച്ചു. അവിടെ വെച്ചിരിക്കുന്ന പാലോ തൈരോ വെണ്ണയോ എന്താണെങ്കിലും അത് ഈ പലകകളൊക്കെ ഇട്ട് കയറി അതിൻ്റെ മീതെ നിന്ന് എത്തി നോക്കിയിട്ട് തല ഉയർത്തിയിട്ട് ആ കുടം വായിൽക്കങ്ങോട്ട് വെച്ചു മോന്തി കുടിച്ചു എന്നാണ് പറഞ്ഞത്. യശോദമ്മയ്ക്ക് അവിടെ വേറെ പണിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ കുട്ടികളിങ്ങനെ പിന്നാലെ നടന്ന് ചോദിക്കില്ല, അപ്പോൾ എന്താ എൻ്റെ ഉണ്ണി ചോദിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല. അപ്പോഴേക്കും സൂത്രം കിട്ടി, ഈ പലകകളൊക്കെ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താ കാണാമെന്ന് മനസ്സിലായിണ്ടാവേ. അപ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഈ പലകകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മീതെ കയറി ആ കുടം ഇങ്ങോട്ട് ചെരിച്ചു വായിലേക്ക് അങ്ങോട്ട് വെച്ചു. വായ ഉയർത്തിയിട്ട് ആ ഒരു ചിത്രം ആലോചിച്ചാൽ നമുക്ക് തോന്നും, കുറച്ച് ഉയരത്തിലിരിക്കുന്ന ആ കുടങ്ങൾ, ആ കുടത്തിൽ ഒന്നിൽ വെണ്ണയോ പാലോ തൈരോ ഒക്കെ ഉണ്ടാവുമല്ലോ, അത് ചെറിയ ഉണ്ണിക്കണ്ണനായിരിക്കുന്ന കണ്ണന് എത്തില്ല. അപ്പോൾ പലകകളൊക്കെ വെച്ച് അതിൻ്റെ മീതെ പൊത്തിപ്പിടിച്ച് കയറി അത് ചെരിച്ച് ആ ചുണ്ടുകളെ കൊണ്ട്, മനോഹരമായിട്ടുള്ള ചുണ്ടുകളെ കൊണ്ട് മോന്തി കുടിച്ചു എന്നാണ് ഇവിടെ അർത്ഥം. ബാലത്വം പൂണ്ടുമേവുന്നളവൊരു ദിനമങ്ങന്യഗോപാലരോടെ മോഹത്താൽ വെൺമുരുക്കിൻ കുസുമമതിനു തന്മോതിരം വിറ്റുപോൽ നീ. സ്നേഹത്തിൻ ഭംഗഭീത്യാ ബതരമയുമതിന്നപ്രിയം ഭാവിയാതെ സേവിച്ചാളെന്ന ലോകോത്തര മധുരിമ ഞാൻ കണ്ടിതാവൂ കൃപാബ്ധേ. ഇവിടെ കൃപാബ്ധേ എന്നാണ് സംബോധന ചെയ്യുന്നത്. കൃപയുടെ അബ്ധി, ദയയുടെ സമുദ്രമായിട്ടുള്ള ഭഗവാനെ,
അവിടുന്ന് ബാലത്വം പൂണ്ടു മേവുന്നളവൊരു ദിനമങ്ങന്യഗോപാലരോടെ മോഹത്താൽ, പിന്നത്തെ വരി അവിടെ നിൽക്കട്ടെ, ബാലത്വം പൂണ്ട്, ബാലഭാവം പൂണ്ട് മറ്റു ഗോപാല ബാലന്മാരോടുകൂടെ അവിടുന്ന് അമ്പാടിയിൽ കഴിഞ്ഞുകൂടുന്ന ആ കാലത്ത്, അതായത് ചെറിയ കുട്ടിയായിട്ട് അമ്പാടിയിൽ കളിച്ചു നടക്കുന്ന ആ സമയത്ത്, മോഹത്താൽ വെൺമുരുക്കിൻ കുസുമമതിനു തന്മോതിരം വിറ്റുപോൽ നീ. മോഹം തോന്നി. എന്തിനോടാ മോഹം തോന്നിയേ? വെൺമുരുക്കിൻ കുസുമം, വെൺമുരുക്കിൻ്റെ പൂവിനോട് മോഹം തോന്നി. ആ പൂവ് വേണം തോന്നി. അത് വേറെ ഏതെങ്കിലും ബാലന്മാരുടെ കയ്യിൽ കാണുമേ, ഗോപാലന്മാരുടെ കയ്യിൽ ആ പൂവ് കണ്ടിട്ടുണ്ടാവും. അപ്പം അത് വേണമെന്ന് തോന്നി. അതിനു വേണ്ടി തന്മോതിരം വിറ്റുപോൽ നീ. ആ പൂവ് കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ മോതിരം അങ്ങ് കൊടുത്തു അത്രേ. അല്ലെങ്കിൽ ആ മുരുക്കിൻ പൂവ് കിട്ടിയ സന്തോഷത്തിൽ തൻ്റെ കയ്യിൽ ആ മോതിരം, സ്വർണ്ണമോതിരം കൊടുത്തു എന്നും ആവാം. എന്തായാലും ഇതിൽ തന്മോതിരം വിറ്റുപോൽ നീ, ആ പകരത്തിന് ആ മോതിരം കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ സ്നേഹത്തിൻ ഭംഗഭീത്യ ബദരമയും അതിനപ്രിയം ഭാവിയാതെ സേവിച്ചാൾ എന്ന, തന്നോടുള്ള ആ സ്നേഹത്തിന് ഭംഗം വരുമോ എന്നുള്ള ആ ഭയം കൊണ്ട്, സ്നേഹത്തിന് എന്തെങ്കിലും ഒരു ഉടവ് തട്ടിയാലോ എന്നുള്ള പേടി കൊണ്ട് രമ എന്ന് വെച്ചാൽ മഹാലക്ഷ്മി, ആ ലക്ഷ്മി ദേവി ഒരു ഇഷ്ടക്കേടും കാണിക്കാതെ, അപ്രിയം ഭാവിയാതെ, ഒരു ഇഷ്ടക്കുറവും കാണിക്കാതെ സേവിച്ചു. ആരെ സേവിച്ചു? ആ മോതിരം വാങ്ങിയ ആളെ സേവിച്ചു, അല്ലെങ്കിൽ ആദരിച്ചു. എന്ന് വെച്ചാൽ മഹാലക്ഷ്മി സേവിച്ചു, ആദരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ധനികനാക്കി എന്നർത്ഥം. ഇങ്ങനെയൊക്കെയുള്ള ഈ ലോകോത്തര മധുരിമ ഞാൻ കണ്ടിതാവൂ കൃപാബ്ധേ, ലോകോത്തരമായ ഈ മനോഹര ചിത്രം, അതായത് കണ്ണൻ, ഉണ്ണിക്കണ്ണൻ ഒരു പൂവിനെ, മുരുക്കിൻ പൂവിന് വേണ്ടിയിട്ട് തൻ്റെ മോതിരം കൊടുക്കുക, ആ മോതിരം കിട്ടിയ ആളെ മഹാലക്ഷ്മി അനുഗ്രഹിക്കുക എന്നൊക്കെ പറയുന്ന ഈ ഏറ്റവും മാധുര്യമേറിയ ഈ കഥ തനിക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പൂന്താനം തിരുമേനി. ഇനി അടുത്ത ശ്ലോകം നോക്കാം. തമ്മിൽ കളിച്ചു കലഹിച്ചു നിലത്തു വീണാർ, ചെമ്മേ ചുവട്ടിൽ വശമായി ബലഭദ്രനപ്പോൾ, തന്മേൽ കിടന്നു സുഖമേ മധുസൂദനൻ താൻ, അമ്മയ്ക്കനന്തശയനം വെളിവാക്കിനാൻ പോൽ. ഇവിടെ പറയുന്നത് ഏട്ടനും അനിയനും കൂടി, അതായത് ബലഭദ്രനും ശ്രീകൃഷ്ണനും കൂടി തമ്മിൽ കളിച്ച് കലഹിച്ചു നിലത്തു വീണാർ, തല്ലുകൂടിയിട്ട് നിലത്തു വീണു. അപ്പോൾ വീണിപ്പോൾ ചെമ്മേ ചുവട്ടിൽ വശമായി ബലഭദ്രനപ്പോൾ, കൃഷ്ണൻ്റെ ചുവട്ടിലായി ബലഭദ്രൻ. അങ്ങനെ കടന്നിട്ട് അമ്മയ്ക്ക് അനന്തശയനം വെളിവാക്കിനാൻ പോൽ, ആ അമ്മയ്ക്ക്, യശോദമ്മയ്ക്ക് അനന്തശയന രൂപം കാണിച്ചു കൊടുത്തു അത്രേ ആ മധുസൂദനൻ. എന്ന് വെച്ചാൽ ബലഭദ്രൻ അനന്തൻ്റെ അവതാരമാണ്. അപ്പോൾ ഇപ്പോൾ ബലഭദ്രൻ്റെ മേൽ കൃഷ്ണൻ വീണു, തല്ലുകൂടിയപ്പോൾ. അതാണ് പറഞ്ഞത്, തന്മേൽ കിടന്നു സുഖമേ മധുസൂദനൻ താൻ. ആ ബലഭദ്രൻ്റെ മേതെ മധുസൂദനൻ കൃഷ്ണൻ അനന്തശായിയെപ്പോലെ ശയിച്ചു, അമ്മയ്ക്ക് അനന്തശയന രൂപം കാണിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതായത് ക്ഷീരസാഗരത്തിൽ പന്നകശായിയായ ആ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ അമ്പാടിയിൽ ഉണ്ണിക്കണ്ണൻ യശോദമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, അനുഗ്രഹിച്ചു. ഇനി ഈ 3 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. എന്തിക്കേൾക്കുന്നതെമ്പോറ്റിയൊടതു വെറുതെ, കേൾപ്പനൻ കൗതുകത്താൽ ഏന്തും പാൽവെണ്ണ നോക്കി പല പലകകളും വെച്ചു കുന്തിച്ചിരുന്നാൻ, വെന്തിങ്കൽ കോമനത്തം കളയുമണിമുഖം തൃഷ്ണയോടങ്ങുയർത്തിച്ചെന്തൊണ്ടിക്കത്ഭുതം തേടിനൊരധരപുടം
കൊണ്ടു മോന്തിയിടിനാൻ പോൽ. ബാലത്വം പൂണ്ടുമേവുന്നളവൊരു ദിനമങ്ങന്യഗോപാലരോടെ മോഹത്താൽ വെൺമുരുക്കിൻ കുസുമമതിനു തന്മോതിരം വിറ്റുപോൽ നീ. സ്നേഹത്തിൻ ഭംഗഭീത്യാ ബതരമയുമതിനപ്രിയം ഭാവിയാതെ സേവിച്ചാളെന്ന ലോകോത്തര മധുരിമ ഞാൻ കണ്ടിതാവൂ കൃപാബ്ധേ. തമ്മിൽ കളിച്ചു കലഹിച്ചു നിലത്തു വീണാർ ചെമ്മേ ചുവട്ടിൽ വശമായി ബലഭദ്രനപ്പോൾ. തന്മേൽ കിടന്നു സുഖമേ മധുസൂദനൻ താൻ അമ്മയ്ക്കനന്തശയനം വെളിവാക്കിനാൻ പോൽ. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ